മിഥുൻ ബെയിലി പാലത്തിന് സമീപമാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, അവിടെ ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചു. ഏതു തരത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ അവിടെ തുടങ്ങുക? ഭവ്യ, ബെയിലിപ്പാലം വഴി ഈ ചൂരൽമലയിലേക്കും ഒപ്പം തന്നെ മുണ്ടക്കൈ, അട്ടമല, ഒപ്പം തന്നെ പുഞ്ചിരിമറ്റം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകളെ കയറ്റിവിടുന്നേ ഇപ്പോൾ NDRFന്റെ ഒരു സംഘം മാത്രമാണ് അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ബെയിലിപ്പാലത്തിന് സമീപം ചില സേനാ അംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും തന്നെ ഇന്നില്ല. അവർ പൂർണ്ണമായി ഇവിടുന്ന് മടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ NDRFന്റെ ഒരു ടീം മാത്രമാണ് അകത്തേക്ക് പോയിട്ടുള്ളത്. 8 മണി മുതലാണ് ഈ ഒരു തെരച്ചിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ പുറത്ത് റെഡിയാണ്. അവർ ഓരോ ടീമായി അവർ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രദേശവാസികളുണ്ട്, മേപ്പാടിയിൽ നിന്നുള്ള പ്രദേശവാസികളുണ്ട്, ഒപ്പം തന്നെ മറ്റ് വയനാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം ജനകീയ തെരച്ചിലാണ്, അവർക്ക് കൂടുതൽ അറിയാവുന്ന ആളുകൾ, ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഇവിടേക്ക് വന്ന് തെരച്ചിൽ നടത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുള്ള ആളുകൾ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവരുടെ പേരുവിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8 മണിയോടുകൂടി ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഓരോ ടീമായി ഇങ്ങനെ അകത്തേക്ക് കയറ്റിവിടും. ഈ ഓരോ ടീമിനൊപ്പവും NDRFന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരും അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന മുണ്ടക്കൈ ഒപ്പം ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ നടത്തിയപ്പോൾ അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു, ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ സൂചിപ്പാറ അടക്കമുള്ള മേഖലയിൽ ഇന്നും എയർലിഫ്റ്റിംഗ് വഴി, അതായത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തും. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിനും ഭാഗങ്ങളിലായി 6 കിലോമീറ്റർ ഭാഗങ്ങളിൽ ഇന്ന് തെരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ 13 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണ്. നേരത്തെയൊക്കെ വലിയ രീതിയിൽ ഈ ഒരു ചെളി കലർന്ന രീതിയിലായിരുന്നു വെള്ളത്തിന്റെ ഒരു ഒഴുക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ ഇന്നത് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും ഇവിടെ നിന്ന് ഹിറ്റാച്ചികളും ഒക്കെ തന്നെ പലരും പല സംസ്ഥാനങ്ങളിൽ നിന്നും വിട്ടു നൽകിയിട്ടുള്ള ഹിറ്റാച്ചികളും JCBകളും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവയൊക്കെ ഇപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെ ഈ ഭാഗങ്ങളിൽ, ഈ ചൂരൽമലയുടെ ഈ പറയുന്ന ബെയിലി പാലത്തിന് സമീപമുള്ള ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായും തെരച്ചിൽ അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടത്തിയിരുന്നു. അവിടെ 100% ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇവിടുത്തെ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഇവിടെയാണ്. ഈ ബെയിലി പാലത്തിലൂടെ നടന്ന് തൊട്ടപ്പുറത്ത് കാണുന്ന ചൂരൽമലയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി. അവിടെ പോയി പല പ്രദേശങ്ങളിലും, ഈ ദുരന്തം ബാധിച്ചിട്ടുള്ള പല മേഖലയിലും പല പ്രദേശങ്ങളിലും അദ്ദേഹം സന്ദർശിക്കുകയും ഒപ്പം തന്നെ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ADGPമാർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്തതാണ്. അങ്ങനെ നേരിട്ടെത്തി അദ്ദേഹം കൃത്യമായി ഈ സ്ഥലത്തെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുകയും ചെയ്തു. കൂടാതെ വ്യോമ നിരീക്ഷണം അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പവും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പവും സുരേഷ് ഗോപിക്കൊപ്പവും നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഭാഗങ്ങളിൽ പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഈ ഭാഗങ്ങളിൽ എത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ കൂടി പിന്നീട് ഈ റിവ്യൂ മീറ്റിംഗിൽ അദ്ദേഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നു. അതിലൂടെ തന്നെ അദ്ദേഹം നടത്തിയ ഈ ഒരു വ്യോമ നിരീക്ഷണത്തിൽ അദ്ദേഹം കണ്ട പ്രദേശങ്ങൾ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഒപ്പം തന്നെ വെള്ളാർമല, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നേരത്തെ എങ്ങനെയാണ് ുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അത് ഈ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ കൂടി അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുത്തത്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് അത്തരത്തിൽ അത്രയും വലിയ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു മേഖല, അത്രയും അതിമനോഹരമായിട്ടുള്ള 2 ചെറു ഗ്രാമങ്ങൾ, അവയെല്ലാം തന്നെ അവിടെ നിരവധി എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, ലയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ നിരവധി അതിഥി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു. ഇവയൊക്കെ തന്നെ പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനകീയ തെരച്ചിൽ എന്ന് പറയുന്നത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്ന സ്ഥലങ്ങളിലെത്തി അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി പരിശോധിക്കുക, അവിടുത്തെ കല്ലും മണ്ണും മാറ്റുക എന്നുള്ള സമഗ്രമായ ദൌത്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 40 അടിയോളം താഴ്ചയിൽ ഇങ്ങനെ മണ്ണ് കൂനകൂനയായി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്തരത്തിൽ വലിയ പാറകഷ്ണങ്ങളും ഒക്കെയാണ്. അവയൊക്കെ നീക്കം ചെയ്യുന്നതിനൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. സാധാരണഗതിയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാവിലെ
നല്ല മഴ അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഒരു 10 മണിയോട് 9 മണി 10 മണി ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും ആകാശം തെളിഞ്ഞ രീതിയിൽ വരും, വെയിലുണ്ടാകും. അങ്ങനെ പിന്നീട് രക്ഷാദൌത്യത്തിൽ അതൊരു വലിയ ആശ്വാസകരമായി മാറും നമ്മൾ കാണുകയും ചെയ്ത. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയൊന്നുമില്ല, തെളിഞ്ഞ ആകാശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രകൃതി കൂടി കഴിഞ്ഞുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ വീണ്ടും അടുത്ത സംഘത്തെ കയറ്റിവിടുകയാണ്. അതിൽ NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും സംഘങ്ങളാണ് ഇപ്പോഴുള്ളത്. അവരെ ഓരോ ടീമുകളായി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇവരെ ഓരോ റീജിയൻ കേന്ദ്രീകരിച്ച്, അതായത് 6 സെക്ടറായി കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ കൃത്യമായി NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും 20 അംഗങ്ങൾ ഉണ്ടാകും. അതിനു പുറമെ ഈ പറയുന്ന സന്നദ്ധ സംഘടനകളിൽപ്പെട്ട പ്രവർത്തകർ 20 പേരുണ്ടാകും. ഒപ്പം തന്നെ ഈ സമീപവാസികൾ, പ്രദേശവാസികൾ അടങ്ങുന്ന 20 പേരുണ്ടായി. അങ്ങനെ 60 പേരടങ്ങുന്ന ഒരു ടീമാണ് ഒരു സെക്ടറിൽ പരിശോധന നടത്തുന്നത്. അങ്ങനെ 6 സെക്ടറുകളിലായി ആണ് ഇന്നത്തെ പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് ഈ പ്രദേശങ്ങളിൽ മാത്രം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഒപ്പം തന്നെ വെള്ളാർമല, ചൂരൽമല, ഈ 4 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു 60 അംഗ ടീമിനെ വെച്ചുകൊണ്ട് 6 സെക്ടറായി തിരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. ഇതിനു പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് കീഴിൽ അത് വലിയ ശ്രമകരമായിട്ടുള്ള ദൌത്യമാണ്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൽ 3 എണ്ണം എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ പിന്നീട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററിന് എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റാതെയും ഒപ്പം തന്നെ ഈ ബോഡി വീണ്ടെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെയും പോയി. പിന്നീട് ഇവർ ഹെലികോപ്റ്റർ മാർഗം അവിടെ എത്തി ആ ബോഡി കൂടി വീണ്ടെടുക്കുകയും എയർലിഫ്റ്റ് ചെയ്ത് കൃത്യമായി എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ്. അവിടെ നിരവധി ഭാഗങ്ങളിൽ മൃതദേഹങ്ങളുണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം തന്നെ ശരീരഭാഗങ്ങളുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുള്ള കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. കാരണം അവിടെ നിരവധി ഭാഗങ്ങളുണ്ട്. ഏകദേശം ഒരു 30 കിലോമീറ്റർ ഭാഗം ഈ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ കാന്തൻപാറ വെള്ളച്ചാട്ടം വരെയുണ്ട്. അവിടെ കൃത്യമായ പരിശോധന നടത്തുന്നത്. ഇതുവരെയും 10 കിലോമീറ്റർ ദൂരത്ത് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അത്രയും വലിയ ദുർഘടമായിട്ടുള്ള ഒരു കൊക്ക പോലെ അവിടെ റോപ്പിട്ട് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങാൻ പറ്റൂ. മറ്റു വഴികളിലൊന്നും തന്നെ അവിടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം, അത്തരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ്. അവിടേക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മാത്രമേ, റോപ്പ് ഉപയോഗിച്ച് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വലിയ ശ്രമകരമായി അവിടെ വലിയ ദുർഘടം പിടിച്ച ഏരിയയിലേക്ക് റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങിയാണ് ഈ ഒരു ദൌത്യം നേതൃത്വം നൽകുന്നത്. അതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ NDRFന്റെ സംഘമുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സംഘമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരെല്ലാം തന്നെ ഒത്തൊരുമയോടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഇപ്പോഴും മുഴങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നും വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഈ ഒരു തെരച്ചിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് മന്ത്രിതല ഉപസമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ മന്ത്രി കെ രാജനുമായും PM മുഹമ്മദ് റിയാസുമൊക്കെയായി സംസാരിച്ചപ്പോഴും അവർ പറയുന്നത്, കാരണം ജനങ്ങൾ ഇറങ്ങി, കാരണം ഇനി ഔദ്യോഗിക കണക്ക് പ്രകാരം 130 പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് സർക്കാരിന്റെ കണക്ക് മാത്രമാണ്. പ്രദേശവാസികൾ നൽകുന്ന കണക്ക് മറ്റൊന്ന് തന്നെയാണ്. കാരണം ഇതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നിലവിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെയും ഒരു ചിത്രത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എത്രത്തോളം വീടുകളുണ്ടായിരുന്നു, എത്രത്തോളം ആളുകളുണ്ടായിരുന്നു, ഒപ്പം തന്നെ എത്രത്തോളം പേർ ഇവിടെ തൊഴിൽ നോക്കിയിരുന്നു, അതിൽ തൊഴിലാളികൾ എത്ര പേരുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും തന്നെ നിലവിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഇതിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ വീടുകളിലും, അതായത് നിലവിൽ ഈ ഒരു അപകടം പറ്റിയിട്ടുള്ള ഈ മേഖലകളിൽ ചെന്ന് അവിടെ ഭാഗികമായി പൊളിഞ്ഞ വീടുകളുണ്ട്. ഒപ്പം തന്നെ മറ്റ് രീതിയിൽ ഒന്നും തന്നെ ഈ ഒരു ദുരന്തം ബാധിക്കാത്ത ചില മേഖലകളുണ്ട്. ഈ മുണ്ടക്കൈ പ്രദേശത്തെ ഭാഗങ്ങളിലുള്ള വീടുകളുണ്ട്. അവിടെയൊക്കെ ചെന്ന് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ പലരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, ഒപ്പം തന്നെ ബന്ധുവീട്ടുകളിലേക്ക് മാറിയിട്ടുള്ളവരുണ്ട്. അവരെ ഒക്കെ ചെന്ന് കണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം പലർക്കും ഈ ദുരന്തം നേരിൽ കണ്ടതിന്റെ ആ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്കെല്ലാം കൌൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചിലരൊക്കെ തന്നെ അവരുടെ വീടുകൾ കാണുന്നതിന് വേണ്ടി, ഈ ഒരു പ്രദേശം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഇന്ന് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്നതനുസരിച്ച്, അവർക്ക് ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ച് അവിടെ ആരാണോ താമസിച്ചത്, അവിടെ ഏത് വീടായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ എത്രത്തോളം വീടുണ്ടായിരുന്നു, അവിടെ അവരുടെ പേര് വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് തേടിയതിനു ശേഷമാണ് ആ ഭാഗങ്ങളിൽ അവർ തെരച്ചിൽ നടത്തുന്നത്. കൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിലും കിണറടക്കമുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. കാരണം കിണലിലേക്കൊക്കെയോ വല്ലതും വീണിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ നിന്ന് മണ്ണ് മാറ്റി. അത് കൃത്യമായി ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഏകദേശം ഒരു ധാരണ, ഏകദേശം ഒരു സൂചന നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ താൽക്കാലിക ബെയിലിപ്പാലം അത് തന്നെയാണ് തുടക്കം മുതൽ ഈ ഒരു
രക്ഷാദൌത്യത്തിന് വലിയ സഹായമായത്. കാരണം ക്ഷണനേരം കൊണ്ട് അവർ ഈ ബെയിലിപ്പാലം പടുത്തുയർത്തി. അതിനു മുമ്പ് അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒരു സമുചിതമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. കാരണം സൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ നൂറുകണക്കിന് ആളുകളെ ഈ ഒരു ചൂരൽമലയിൽ നിന്ന് മറു സൈഡിലേക്ക്, നമ്മൾ ഈ കാണുന്ന ബെയിലിപ്പാലത്തിന്റെ മറു സൈഡുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. റോപ്പ് കെട്ടി, നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ അന്ന് കണ്ടതാണ്. ഒരു കൊച്ചുകുട്ടിയൊക്കെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ മറു സൈഡുകളിലേക്ക് റോപ്പിലേക്ക് വരുന്ന ഒരു കാഴ്ച എവരെയും കണ്ണീരരിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. അത്തരത്തിൽ അവർക്കും നിരവധി അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വരും മണിക്കൂറുകളിൽ നമ്മളത് അവരിൽ നിന്നുള്ള അനുഭവങ്ങളിലേക്കൊക്കെ എത്തിക്കും. കാരണം ഇത്രയും ദിവസമൊക്കെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അവർ നിൽക്കുകയാണ്. ഒരു ദിവസം 600 പേരാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗമായി ഇവിടെ ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമാകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കാരും ഓരോ സ്ഥലങ്ങളിലും അവർ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു മുഷിപ്പോ അല്ലെങ്കിൽ മറ്റൊന്നും തോന്നാത്ത തരത്തിൽ കൃത്യമായി തന്നെ ഈ ഒരു രക്ഷാദൌത്യത്തിന് അവർ നേതൃത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ